നമസ്കാരം പ്രേക്ഷകരെ. ഞാൻ ഇന്ന് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി എന്നൊരു സ്ഥലത്ത് ഏകദേശം 1095 നിർമ്മിച്ച ഒരു രാജാക്കന്മാർ, പറയാൻ പറ്റത്തില്ല, രാജാക്കന്മാരുടെ കൈമപ്പുറം ഉള്ള പഴക്കമുള്ള ഒരു വീട്. വളരെ കാട് കയറി, അന്തരീക്ഷമൊക്കെ ഭയങ്കര മോശമാണ്. ആ വീട് ഞാൻ പ്രേക്ഷകരെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. കണ്ടിട്ട് ഇത്രയും പഴക്കമുള്ള ഒരു വീട് നമുക്ക് ഉപേക്ഷിച്ച് പോകാൻ പറ്റില്ല. അത് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് സമർപ്പിക്കുകയാണ്. ഒരു സെക്കൻഡ് നമുക്കന്ന് പോയി കാണാം. വരും. നല്ല കാടാണ് കേട്ടോ, നല്ല കാടാണ്, ഭയങ്കര കാടാണ്. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. നാഗവല്ലി ഉണ്ടോയെന്നറിയില്ല, എങ്കിലും ഞാൻ ഒന്ന് കയറുവാണ്, നോക്കാം. കയറുമ്പം അല്പം പേടിയൊക്കെ ഉണ്ട്, എങ്കിലും ഞാൻ കയറുവാണ് കേട്ടോ. ഉണ്ടല്ലേ, ഭയങ്കരമായ കാട്, ഭയങ്കര കാട്. എന്തൊക്കെ പഴയ ബിൽഡിംഗ് ഒക്കെ പൊളിഞ്ഞു കിടക്കുന്നുണ്ട്, കണ്ടോ. ഭയങ്കര മോശമായ അന്തരീക്ഷമാണ്. എങ്കിലും ഉണ്ടോയെന്നൊന്നും അറിയില്ല, എന്തായാലും പോകാം അല്ലേ. കാണുമ്പം ഭയങ്കരമായി തോന്നുന്നുണ്ട്. എന്താ പറയുക, എന്തായാലും ആ വീട്ടിനടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി ആ വീടും പരിസരമൊക്കെ നമുക്കൊന്ന് നോക്കാം. വളരെ എല്ലാം പൊളിഞ്ഞ് ആൾക്കാരും ആരും ഇവിടെ ഇല്ല. അന്വേഷണത്തിൽ ഇവിടുത്തെ ആണുങ്ങളൊക്കെ അവരൊക്കെ മരിച്ചുപോയെന്നാണ് പറയുന്നത്. എങ്കിലും ആരൊക്കെ ഉണ്ട്. അപ്പം നമ്മളും ഈ വീട്ടിൽ എത്തിപ്പെട്ടിരിക്കുകയാണ്. നോക്കാം. വളരെ വളരെ നല്ല കാണാൻ, എന്താ പറയുക, നമ്മളൊരു സ്ഥലത്തൊരു 2 മിനിറ്റ് ഇരിക്കാൻ കൊതിയാവുന്നു. എന്നാലും പേടിയുണ്ട് കേട്ടോ, എങ്കിലും ഞാൻ ഒന്ന് പോവാം. ഉള്ളൊക്കെ കാണുമ്പോൾ ഒരുപാട് റൂമുകളുള്ള സ്ഥലമാണ്. ഒരുപാട് റൂമുകൾ, എണ്ണിയാൽ തീരാത്ത റൂമുകളാണ്. ഇത് വീടിൻ്റെ ഒരു ഭാഗമാണ്. നമ്മൾ ഫ്രണ്ടിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. മാറാമലയൊക്കെ പിടിച്ചു, ആകെ മോശമായി കിടക്കുകയാണ്. എന്തായാലും ഞാൻ തുറന്ന് അതിൻ്റെ ഉള്ളിലേക്കൊന്ന് കിടക്കുകയാണ്. ഇത് ഏകദേശം 930 വർഷം വരെ പഴക്കമുണ്ടെന്നാണ് തോന്നുന്നത്. മംഗളം ഭവന്തോ എന്ന് എഴുതിയും വെച്ചിട്ടുണ്ട്. ഏകദേശം എന്താ ഇതൊന്ന് നോക്കിയാണ്, 1095 വർഷമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ആവറേജ്. അപ്പോൾ ഭയങ്കരമായൊരു വീടാണ്. ഇതിൻ്റെ ഉള്ളൊന്നും നമുക്ക് കയറി കാണാൻ പറ്റില്ല, എങ്കിലും പരിസരമൊക്കെ ഒന്ന് നമുക്ക് കാണാം. ഓക്കെ, ഈ ഗ്ലാസ്സൊക്കെ കണ്ടോ, നമുക്കിതൊന്നും ഇവിടുത്തെ പണിക്കാർക്കൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല, ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു പണിയല്ല. കാണുമ്പോൾ തന്നെ ഒരു വല്ലാത്ത നല്ല ഒരു അന്തരീക്ഷവും കാണാനൊരു ഭംഗിയുണ്ട് സംഭവം. ഒരു കുറച്ച് സമയം ചുറ്റി വളയണം. ഈ വീട്ടിന് 4 ചുറ്റും നമുക്ക് എത്തിപ്പെടണമെങ്കിൽ ഒരുപാട് സമയം എടുക്കും. പക്ഷേ ഇതെല്ലാം കാട് കയറി കിടക്കുന്നത് കൊണ്ട് നമുക്കൊന്നും പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, അതിമനോഹരമായ ഒരു വീടും സ്ഥലമൊക്കെയാണ്. അപ്പോൾ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞൊക്കെ കിടക്കുകയാണ്. ഇതിന് നാഥനും നാദികളും ഇല്ലാണ്ട് കിടക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ വീട് കണ്ടിട്ട് നമ്മളെ പ്രേക്ഷകരെ ഒന്ന് കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ അതൊരു വിഷമമല്ലേ. ശരി, എന്ത് തന്നെയായാലും ഇനി ഒരു പുനർജന്മം ഈ വീടിനുണ്ടാവുമെന്ന് തോന്നുന്നില്ല, എങ്കിലും നമ്മുടെ മനസ്സിലൊക്കെ ഓർമ്മയായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. മഹേഷ് വടക്കഞ്ചേരി, നമസ്കാരം.
പ്രേക്ഷകരെ, ഞാൻ ഇതിൻ്റെ ഉള്ളിലൊന്ന് കടന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, ഒരുപാട് വീടുകൾ ഉണ്ടോ, റൂം, അതൊക്കെ പഴയ തമ്പുരാക്കന്മാരുടെ ഫോട്ടോ ഒക്കെ ഉണ്ട്. അതിനൊക്കെ എത്രയോ അറകളുള്ള വീടുകൾ എന്താ. അപ്പോൾ ഇത് ഇനി ഞാൻ ഈ തമ്പുരാൻ്റെ കസേരയിലൊന്ന് ഇരിക്കാൻ പോവുകയാണ് ഞാൻ. ഇതാണ് നമ്മുടെ തമ്പുരാക്കന്മാരിരുന്ന പണ്ടത്തെ കസേര. എന്തായാലും പൊടിയും മണ്ണും ഒക്കെയാണ്, എങ്കിലും ഒരു യോഗം ഒന്നിരിക്കട്ടെ, അത്രയൊക്കെ ഇരിക്കാൻ പറ്റുള്ളൂ കേട്ടോ. എത്രയോ മഹാന്മാർ, എത്രയോ നല്ല വ്യക്തികൾ, പറയാൻ വാക്കുകളില്ല. ശരി, ഓക്കെ, കണ്ണ് നിറയുന്നു, സന്തോഷം.